എല്ലാവർക്കും നമസ്കാരം. നിത്യാനന്ദ യോഗ കേന്ദ്രത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. താടാസനം പരിശീലിക്കുന്നത് എങ്ങനെയെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഈ ആസനം തന്നെ പല വിധത്തിലുണ്ട്. അതിലൊന്ന് നമുക്കിന്ന് കാണാം. ഇത് ചെയ്യുന്നതിനായിട്ട് ഇരു കാലുകളും ചേർത്ത് വെച്ച് നട്ടെല്ല് നിവർന്ന് നിൽക്കേണ്ടതാണ്. ഇനി ഇരു കൈകളും ശരീരത്തിന് മുന്നിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം വിരലുകൾ പരസ്പരം കോർത്തു പിടിക്കുകയും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം കോർത്തു പിടിച്ചിരിക്കുന്ന കൈകളെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് തലക്കിരുവശങ്ങളിലുമായി ചേർത്ത് വെക്കുകയും ചെയ്യേണ്ടതാണ്. ഈ അവസ്ഥയിൽ ഇരു കൈകളുടെയും മുട്ടുകൾ മടങ്ങാതെയും അതേപോലെ തന്നെ കൈവെള്ള മുകളിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്നതിനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ നിലയിൽ നിന്നുകൊണ്ട് വളരെ സാവധാനം ശ്വാസോച്ഛ്വാസം ചെയ്യാവുന്നതാണ്. പറ്റുന്നത്ര സമയത്തേക്ക് ഈ നിലയിൽ തുടർന്നതിന് ശേഷം ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകളെ പതിയെ താഴ്ത്തിക്കൊണ്ട് വരികയും ചെയ്യുക. ഇതേ രീതിയിൽ 3-4 തവണ കൂടി പരിശീലിക്കാവുന്നതാണ്. ഈ രീതിയിൽ കൈകൾ ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കൈവിരലുകൾ പരസ്പരം കോർത്തു പിടിച്ചതിന് ശേഷം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കൈകളെ നേരെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് വരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം പതിയെ താഴ്ത്തിക്കൊണ്ട് വരികയും ചെയ്യാവുന്നതാണ്. ഇതേ രീതിയിലാണ് പരിശീലിക്കുന്നതെങ്കിൽ 8-10 തവണ ആവർത്തിക്കുക. വളരെ സാവധാനം മാത്രമായിരിക്കണം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കൈകളെ ഉയർത്തിക്കൊണ്ട് വരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം കൈകളെ താഴ്ത്തിക്കൊണ്ട് വരികയും ചെയ്യേണ്ടത്. ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഈ ഒരു ആസനം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും തന്നെ ഉറക്കെ എഴുന്നേറ്റതിന് ശേഷം സാധാരണ ചെയ്യുന്നൊരു പ്രക്രിയയാണ്. ഇതിങ്ങനെ നമ്മൾ പരിശീലിക്കുന്നതിലൂടെ ശ്വാസകോശത്തിനും ഹൃദയത്തിനും നല്ല രീതിയിലുള്ള വികാസം ലഭിക്കുന്നതിന് സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ ശരീരത്തിലെ സകല നാഡീഞരമ്പുകൾക്കും സന്ധിബന്ധങ്ങൾക്കും പേശികൾക്കും നല്ല രീതിയിലുള്ള ഉണർവും ഉത്തേജനവും ലഭിക്കുന്നതിനും ഈ ഒരു ആസനം പരിശീലിക്കുന്നതിലൂടെ സാധിക്കുന്നതാണ്. ഇതുകൂടാതെ സന്ധിവാതം മൂലമുണ്ടാകുന്ന ശരീരവേദനകൾക്ക് നല്ല രീതിയിലുള്ള ശമനം കാണുന്നതിനും സഹായിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരാസനം പരിചയപ്പെടാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.